പ്ലസ് ടു മക്കളെ, തിങ്കളാഴ്ച കെമിസ്ട്രിയുടെ പരീക്ഷയാണെന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയാണോ? ദാ ഈ പറയുന്ന ചോദ്യങ്ങൾ മാത്രം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ഉറപ്പായിട്ടും ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ കാണും. നിങ്ങൾ ആദ്യമായിട്ട് ആ ചാപ്റ്ററിൽ പഠിക്കുന്നത് ചില കോൺസെൻട്രേഷൻ ടേമുകളുണ്ട്. അതായത് മൊളാരിറ്റി, മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ. ഇതിനെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുക. അതിനുശേഷം ഇതിൽ ഏത് കോൺസെൻട്രേഷൻ ടേമാണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഇത് പഠിച്ചതിന് ശേഷം നിങ്ങൾ പഠിക്കേണ്ടത് സോലിബിലിറ്റി ഓഫ് ഗ്യാസസ്, അതായത് ഗ്യാസിന്റെ സോലിബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്. അതിലൊന്ന് നേച്ചർ ഓഫ് ദ ഗ്യാസ്, രണ്ടാമത്തത് നേച്ചർ ഓഫ് ദ സോൾവെന്റ്, മൂന്നാമത്തത് എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ, നാലാമത്തത് പ്രഷർ. ഇത് കൃത്യമായിട്ട് നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. അതിനുശേഷം നിങ്ങൾ പഠിക്കേണ്ടത് രണ്ട് ലോസുകളാണ്. അതിലൊന്ന് ഹെൻറീസ് ലോ, രണ്ടാമത്തത് റൗൾട്ട്സ് ലോ. ഹെൻറീസ് ലോയിൽ നിങ്ങൾ ആദ്യം ഹെൻറീസ് ലോ എന്താണെന്ന് പഠിക്കുക, അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ പഠിക്കുക, അതിൻ്റെ ആപ്ലിക്കേഷൻ പഠിക്കുക. പിന്നെ എക്സ്ട്രാ ആയിട്ട് ഞാൻ പറയാം, നിങ്ങൾ അതിൻ്റെ രണ്ട് ലിമിറ്റേഷൻസ് കൂടി പഠിച്ചു വെക്കുക. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അക്വാട്ടിക് ഓർഗാനിസംസ് എന്തുകൊണ്ടാണ് കോൾഡ് വാട്ടർ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ഇത് പഠിച്ചതിന് ശേഷം നെക്സ്റ്റ് പഠിക്കേണ്ടത് റൗൾട്ട്സ് ലോ എന്താണ്. നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾ ഐഡിയൽ സൊല്യൂഷൻ, നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്താണെന്ന് കൃത്യമായിട്ട് പഠിക്കുക. അതിൻ്റെ എക്സാമ്പിൾസും പഠിക്കുക. ഈ നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട്, പോസിറ്റീവായിട്ട് ഡീവിയേറ്റ് ചെയ്യുന്നതും നെഗറ്റീവായിട്ട് ഡീവിയേറ്റ് ചെയ്യുന്നതും. അതിൻ്റെ എക്സാമ്പിൾസുകൾ കൃത്യമായിട്ട് പഠിക്കുക. അടുത്തതായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് വേപ്പർ പ്രഷർ കർവ് ആണ്. അതായത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഡ്രോ ദ വേപ്പർ പ്രഷർ കർവ് ഓഫ് ഐഡിയൽ സൊല്യൂഷൻ അല്ലെങ്കിൽ നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് കൃത്യമായിട്ട് ചോദിക്കും. അപ്പം 3 കർവുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. വേപ്പർ പ്രഷർ എഗെയിൻസ്റ്റ് മോൾ ഫ്രാക്ഷൻ അല്ലേ, അതിൽ റൗൾട്ട്സ് ലോയുടെ അതേ കർവ് തന്നെയാണ് നിങ്ങൾക്ക് ഐഡിയൽ സൊല്യൂഷനിൽ വരുന്നത്. ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷന്റെ പോസിറ്റീവ് ഡീവിയേഷന്റെയും നെഗറ്റീവ് ഡീവിയേഷന്റെയും കൂടെ ഡയഗ്രാം നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതിൽ ഏതെങ്കിലും ഒരു ഡയഗ്രാം ഡ്രോ ചെയ്യാനായിട്ട് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ, ഐഡിയൽ സൊല്യൂഷന്റെയും നോൺ ഐഡിയൽ സൊല്യൂഷന്റെയും ഒക്കെ എക്സാമ്പിൾ പഠിക്കണമെന്ന് പറഞ്ഞത് ഈ എക്സാമ്പിൾ തന്നിട്ട് തന്നെ അതിൽ നിന്നൊരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാകും. ഓക്കെ, അതുകൊണ്ടാണ് എക്സാമ്പിൾസുകൾ വളരെ കൃത്യമായിട്ട് പഠിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. എടാ മക്കളെ, ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിക്കുക. കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് പാർട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇത് കൂടാണ്ട് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ടിപ്സുകൾ, പഠിക്കാൻ എളുപ്പമുള്ള വഴികളൊക്കെ നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ കൃത്യമായിട്ട് നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് താഴെ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ മതി. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. അപ്പോൾ നെക്സ്റ്റ് പാർട്ട് വേണ്ടവർ നമ്മുടെ പേജ് ഫോളോ ചെയ്തിടാൻ ഒരിക്കലും മറക്കരുത്.